കാര്യമായിട്ട് പറഞ്ഞ വിഷയം അറിയോ? ആ പരിസരത്ത് എത്രയോ ആളുകൾ, പുതിയ തലമുറയിലെ എത്രയോ ആളുകൾ കല്യാണം കഴിച്ച മക്കളെല്ലാം ഉണ്ട്. എന്നിട്ട് അവര് വേറൊരാളെ കൂടെ ഇറങ്ങിപ്പോവാണ്. എന്താ സംഗതി അറിയോ നിങ്ങള്? ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഈ ഗെറ്റ് ടുഗദർ 2000 ബാച്ചിന്റെ, 1995 ബാച്ചിന്റെ, 2005 ബാച്ചിന്റെ, SSLC ബാച്ച്, +2 ബാച്ച്, ഇങ്ങനെ തുടങ്ങി കുറെ സംഗമങ്ങൾ ഉണ്ടാക്കുക, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് ആ ഗ്രൂപ്പുകൾ പരസ്പരം നമ്പർ കൈമാറുക, പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക. 10-20 കൊല്ലം മുമ്പ് പഠിച്ച് ഇപ്പൊ ഉപ്പയും ഉപ്പുപ്പയായി, ഉമ്മയും ഉമ്മയായി, അവർക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, ജീവിത പശ്ചാത്തലങ്ങളൊക്കെ മാറി. അന്ന് സ്കൂളിൽ പഠിച്ച ബന്ധത്തിന് വേണ്ടി ഇന്ന് സ്കൂളിൽ പോയി എല്ലാവരും ബന്ധപ്പെട്ടു. ഇയാൾ മൂസാ നബിന്റെ കാലത്ത് വേദ പറയേണ്ട ആളാന്ന് തോന്നുന്നു ചിലപ്പോ നിങ്ങൾക്ക്. അങ്ങനെ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. എത്ര കുടുംബങ്ങളാണ് തകരുന്നത്. അങ്ങനെ കുറെ ആളുകൾ അങ്ങനെ പോയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. നിങ്ങൾ കാര്യമായിട്ട് പ്രസംഗത്തെ സൂചിപ്പിക്കണോ? ഇവിടെ തിരുവനന്തപുരത്തുനിന്ന് ഇവിടെയുണ്ട്, അവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അള്ളാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ഈമാന് ബലപ്പെടുത്തി തരട്ടെ. ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പോയി തലവെച്ച് കൊടുക്കരുത് എന്ന്, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ സ്ഥാപിക്കരുതെന്ന്, ആവശ്യമില്ലാത്ത നമ്പറുകൾ നമ്മൾ കൈപ്പറ്റരുതെന്ന്, നമ്മുടെ നമ്പറുകൾ മറ്റുള്ളവർക്ക് കൈമാറരുതെന്ന്. 10-20 കൊല്ലം മുമ്പ് പഠിച്ചപ്പോ അന്ന് നമ്മൾ ചെറിയ മക്കളാണ്, കുട്ടികളാണ്. ഇന്ന് നമ്മൾ ഉമ്മയാണ്, ഉമ്മാമയാണ്, ഉത്തരവാദിത്തമുള്ളവരാണ് എന്ന തിരിച്ചറിവ് കാര്യമായി ഉമ്മമാർക്കും സഹോദരിമാർക്കും ചെറുപ്പക്കാർക്ക് കൂടി ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാതാപിതാക്കൾക്ക് ദുനിയാവിൽ ഖുർറത്ത് ഐനായ മക്കളായിട്ട് ഇന്നത്തെ മക്കള് കിട്ടുന്നത് വളരെ വളരെ വിരളമാണ്. അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. ദുനിയാവിന്റെ വിഷയമാ ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് ആഖിറത്തിലെത്തിയാലോ മോമിനായ മനുഷ്യന്റെ ജീവിതം മുഴുവനും ആഖിറത്തിന്റെ വിഷയമല്ലേ? ആഖിറത്തിന്റെ വിഷയത്തിനല്ലേ മക്കളെ പോറ്റേണ്ടത്? ദുനിയാവിന് വേണ്ടി മക്കളെ ഇങ്ങനെ പോറ്റി 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 ദുനിയാവ് കിട്ടാൻ തന്നെ മക്കളെ ആക്കരുത്. ആഖിറം പഠിപ്പിക്കണം, ധാർമ്മികത പഠിപ്പിക്കണം.